ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി കടലപ്പരിപ്പ് പായസത്തിൻ്റേതാണ്. സദ്യയിൽ പലരുടെയും ഫേവറേറ്റ് ആണ് ഈ കടലപ്പരിപ്പ് പായസം. ഇതിനെ കടലപ്രഥമൻ എന്നും പറയും. രുചികരമായ രീതിയിൽ എങ്ങനെ ഇത് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക വേണം. എന്നാൽ മാത്രമേ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തൂ. അപ്പം മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചേക്കുന്ന 1/2 കിലോ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, എങ്കിൽ മാത്രമേ ആ കടലപ്പരിപ്പ് പ്രഥമൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് നെയ്യിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം കടലപ്പരിപ്പ് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെച്ചൊന്ന് ഫിസിലടുപ്പിക്കാം. 4-5 ഫിസിലടുപ്പിച്ചാൽ മതിയാകും. എന്നിട്ട് ഫുൾ എയറും അതിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതിയാകും. അപ്പോഴേക്കിത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇതിപ്പോൾ തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്, എന്നാൽ വേകാതെ ഇരിക്കരുത്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് ഉടച്ചു പോകരുത്, കാരണം പായസത്തിൽ കടലപ്പരിപ്പ് കടിക്കാൻ കിട്ടണം, എങ്കിലാണ് ആ രുചി നമുക്ക് കിട്ടുക. ഇതിപ്പോൾ അത്യാവശ്യം ഉടച്ചിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. എനിക്ക് കുറച്ചധികം മധുരമാണ് ഇഷ്ടം, അത് ഞാൻ കുറച്ചധികം ശർക്കര പാനി ചേർക്കുന്നുണ്ട്. ഇനി ഈ ശർക്കര പാനിയിൽ ഈ കടലപ്പരിപ്പ് കിടന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കടലപ്പരിപ്പിൽ ആ മധുരമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1.5 തേങ്ങയുടെ 2-ാം പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏകദേശം 3 കപ്പോളം 2-ാം പാലുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ 2-ാം പാൽ നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും കുറുകണമെങ്കിൽ കുറുക്കാം, പക്ഷേ ഈ ഒരു കുറുകൽ തന്നെ മതിയാകും. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും 4-5 ഏലക്കയും കൂടെ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര പായസത്തിൽ പഞ്ചസാര ചേർത്താൽ ഒരു പ്രത്യേക രുചിയാട്ടോ ആ പായസത്തിന് കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലാണിത്. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്ന് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും. ഇനി ഇത് ഓഫ് ചെയ്ത് നമുക്കൊന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ചേർക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. 1 പിടി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം. ഒരുപാട് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പായസത്തിലേക്ക് ഇടുന്ന ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി, അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് പായസം തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. പപ്പടവും പഴവും ഒക്കെ ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ പൊന്നേ സ്വർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. അതുപോലെ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ